ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് 4 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന വാനില കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഓർഡർ എനിക്ക് 2 ദിവസം മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഗസ്റ്റ് 4 വേണ്ടി ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അന്ന് എനിക്ക് ടോട്ടലി കൊടുക്കാൻ വേണ്ടിയിട്ട് 8 kg കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 4 kg കേക്ക് ഓൾറെഡി എനിക്ക് നേരത്തെ തന്നെ ഓർഡർ കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1-ാം തീയതി മുതൽ നല്ല തിരക്കായിരുന്നു. 1, 2, 3 ഒക്കെ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ 3-ാം തീയതി ഉച്ചയൊക്കെ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ 3-ാം തീയതി ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ കല്യാണത്തിൻ്റെ തലേന്നത്തെ റിസപ്ഷനായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നു ഭയങ്കര ടാസ്ക്. എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക്. കാരണം നമ്മൾ കേക്ക് തലേന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടിയിട്ട് വരും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി 2 പാക്കറ്റ് ക്രീമുകൾ വീട്ടിൻ്റെ അടുത്ത തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രാത്രി 3-ാം തീയതി രാത്രിയാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആ ഒരു കേക്ക് 2 കേക്ക് എനിക്ക് 4-ാം തീയതി രാവിലെ 10 മണിക്ക് കൊടുക്കണം. ഒന്ന് ഈ ഒരു 4 kg കേക്കും പിന്നെ ഒരു 1 kg കേക്കും ഉണ്ടായിരുന്നു. അത് രണ്ടും എനിക്ക് 10 മണിയാകുമ്പോഴത്തേനും കസ്റ്റമർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കേക്ക് ഡെലിവറി ചെയ്യുകയും വേണം. രാത്രി 1 മണിയായ സമയത്താണ് ഞാൻ സ്പഞ്ച് കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ 8 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു 9 മണിക്കാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ 4 kg കേക്ക് ആകുമ്പോൾ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യണം. പിന്നെ ഒരു 1 kg ടോൾ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 kg ഒരു 2 ടയർ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ടാണ് എനിക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഓവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ടർ ടോപ്പ് ആ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവനിൽ നമുക്ക് മാക്സിമം പറ്റുന്ന കേക്കുകൾ മാത്രമേ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കേക്ക് കംപ്ലീറ്റ് എല്ലാം ബേക്കായിട്ട് വന്ന സമയമായപ്പോൾ രാത്രി 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നേരെ പോയി കിടന്നുറങ്ങി. പിന്നെ വെളുപ്പിനെ 4 മണിക്കാണ് കേട്ടോ ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണിക്ക് എണീറ്റെങ്കിലും എനിക്ക് ക്രീം ബീറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടില്ല. കാരണം ക്രീം 2 പാക്കറ്റും അപ്പുറത്തെ വീട്ടിലല്ലേ, അവരെ 4 മണിക്ക് വിളിച്ചുണർത്തി ബുദ്ധിമുട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കേക്കൊക്കെ ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പായാലും ഷുഗർ സിറപ്പൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഗ്യാസ് ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈ ബാക്കിയുള്ള ഈ ഒരു കേക്കെല്ലാം ലെയർ ചെയ്തു. എല്ലാം സെറ്റാക്കിയ ഒരു സമയത്ത് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എന്നെ വിളിച്ചിട്ട് വന്നെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പോയി ആദ്യത്തെ ബാച്ച് ക്രീം ബീറ്റ് ചെയ്തു. ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്തു. പിന്നെ ആ ഒരു 1 kg ടോൾ കേക്കും ക്രം കോട്ട് ചെയ്തു. അപ്പോഴും തന്നെ നമ്മുടെ ആദ്യം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ക്രീം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്രീമും കൂടെ ആക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു കേക്ക് എന്തായാലും അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 4 kg കേക്കല്ലേ, പിന്നെ ഇതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും സെറ്റാക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ടോപ്പിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് ഡിസൈനും കൊടുത്ത് കുറച്ച് ബോർഡറും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു ടോൾ കേക്ക് ക്രം കോട്ടും കൂടെ ചെയ്തിട്ട് ഞാനിങ്ങനെ ആലോചിക്കും ഇതെങ്ങനെ അവിടെ എത്തിക്കുക എന്നുള്ള കാര്യം. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചുണർത്തിയിട്ട് ഇതെല്ലാം കൊണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ആ ഒരു കേക്കിൽ ഇതേപോലൊരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു എനിക്ക് റെഫറൻസ് പിക്ചറായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെയിം കളേഴ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ആ ഒരു ഫ്ലവേഴ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഒരു 10 എന്നുള്ളത് ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത്. പിന്നെ ഉണ്ടായിരുന്നത് ആ ഒരു 4 kg കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു 2 കേക്കും കൂടാണ്ട് പിന്നെ നമുക്ക് ആ ഒരു 3 kg കേക്കുള്ളത് വെഡ്ഡിങ് കേക്കായിരുന്നു കേട്ടോ.
അത് ഞങ്ങളുടെ റിസപ്ഷനിസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു. അപ്പോൾ ആ ഒരു കേക്ക് എനിക്ക് കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ട് വേണം പിന്നെ എനിക്ക് ആ ഒരു കേക്കിൻ്റെ സ്റ്റാക്കിങ് ആയാലും ഡിസൈൻ ആയാലും എല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. കല്യാണത്തിന് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു 2 കേക്കും ഡെലിവറി ചെയ്തിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു 2 ടയർ കേക്കിൻ്റെ ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ പ്രത്യേകിച്ച് ക്രീം വർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കസ്റ്റമർ നമ്മളടുത്ത് പ്രത്യേകം പറഞ്ഞത് ഓവറായിട്ട് ക്രീമിൻ്റെ ഡെക്കറേഷനോ അല്ലെങ്കിൽ ഓവർ ക്രീം വേണമെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതേപോലെ 2 പർപ്പിൾ ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈസും ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെറിയൊരു ടോപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സൈഡിലായിട്ടും കുറച്ച് വൈറ്റും ഗോൾഡും കളറുള്ള ഷുഗർ ബോൾസൊക്കെ ഇട്ട് കേക്ക് നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെയ്തായാലും നല്ല സിമ്പിളായിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സമയം ഒട്ടും ഇല്ലാഞ്ഞിട്ടും കുറച്ച് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലതുപോലെ എനിക്ക് ആ ഒരു 2 കേക്കും എനിക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ 2ൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2 കേക്കുകളും എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ കേക്ക് എന്തായാലും നമ്മൾ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ആയതുകൊണ്ട് തന്നെ ക്രീം സെറ്റായിട്ടിരുന്നായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ആ ഒരു വെഡ്ഡിങ് കേക്ക്. ഇത് പെട്ടെന്നായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വലിയ ആർഭാടമായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തലേന്നാണ് ഈ ഒരു ഓർഡർ എനിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയോളം ഞാൻ ഓർഡറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി വേണം എനിക്ക് കുറേശ്ശായിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.